അവിടുന്ന് പറയുകയാണ് ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ കടക്കല്ലേ ചെറുപ്പക്കാരെ, സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു പോകല്ലേ. ചോദിക്കട്ടെ, നമ്മളെ പല പ്രദേശങ്ങളിലുമുള്ള ഒരു ഏർപ്പാട് സുബ്ഹാനല്ലാഹ്, അത് ആ ഗ്രിൽസ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാകും. ഏത് അന്യപുരുഷൻ വന്നാലും കുഞ്ഞാമീന്ന് ചോദിച്ചിട്ട് നേരെ അടുക്കളയേക്ക്, അല്ലെങ്കിൽ മറിയേന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരും വിളിച്ചിട്ട് ആസിയാന്ന് വിളിച്ചു നേരെ അടുക്കളയിലേക്ക്. അന്യപുരുഷന്മാരെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടുന്ന് വന്നു ഈ സംസ്കാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുടെ അടുത്തേക്ക് കടന്നു പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ. അപ്പൊ സഹാബത്തിൽ ഒരാളെ ചോദ്യം, മറഅയ്തൽ ഹമ്മ, ഓ നബിയെ, ഭർത്താവിന്റെ കുടുംബക്കാരോ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിച്ചോളണം. ഭർത്താവിന്റെ അനുജനെ കാവൽ നിർത്തുന്നവര്, ഭർത്താവിന്റെ ചേട്ടനെ കാവൽ നിർത്തുന്നവര്, ഭാര്യമാരെയും വിട്ടിട്ട് ഭർത്താക്കന്മാർ അന്യനാട്ടിൽ പോയി താമസിച്ച് അന്യനാട്ടിൽ പോയി അധ്വാനിച്ചു പോകാതെ നിവൃത്തിയില്ല. പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് കാവലിന് വേണ്ടി അനുജനെ താമസിപ്പിക്കുന്നവൻ, ചേട്ടനെ താമസിപ്പിക്കുന്നവൻ, അന്യപുരുഷനെ താമസിപ്പിക്കുന്നവൻ നിന്നെപ്പോലെ വിവരമില്ലാത്തവൻ ആരാണോ? അതേപോലെ അവിടെ താമസിക്കാൻ വേണ്ടി അന്യപുരുഷനെ വീട്ടിലേക്ക് വിളിക്കുന്ന പെണ്ണുങ്ങളെക്കാൾ വിവരമില്ലാത്തവരാരാണ്? തെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളവരാരാണ്? ശ്രദ്ധിച്ചോളണം, ഒരിക്കലും പാടില്ല. അന്യപുരുഷന്മാര് നിങ്ങൾക്ക് കാവലിൽ നിൽക്കാൻ പറ്റുമോ? പാടില്ല. ഞാൻ പറയട്ടെ, ഭർത്താവിന്റെ അനുജന്മാരെ, ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരെ കാവലിന് വിളിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ചാതുര്യമുള്ള വാക്കുകൾ പറഞ്ഞ് അത്തരം ചെറുപ്പക്കാരെ ആകർഷിപ്പിക്കാൻ ശ്രമിക്കുന്ന അതാ ജഹന്നമാകുന്ന നരകത്തിനെ കുറിച്ച് ബോധമില്ലാത്ത അതാ പെൺകുട്ടികളില്ലേ, സ്ത്രീകളില്ലേ, നമ്മുടെ ഈ ഭാഗത്തൊന്നും ഉണ്ടാവുകയില്ലെന്ന് ഞാൻ കരുതുന്നു. അല്ലാഹുവേ, ഈ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ റഹ്മാനേ. വേദനയോടെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഭർത്താവിന്റെ ആളോ എന്ന് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തിനധികം പറയണം, വീട്ടിൽ ജോലിയെടുക്കുന്ന ജോലിക്കാരനെ കാവൽ നിർത്തി പോകുന്നവരില്ലേ, ഡ്രൈവർമാരെ കാവലിന് നിർത്തുന്നവരില്ലേ, അതുപോലെ മറ്റു തൊഴിലാളികളെ നിർത്തുന്നവരില്ലേ. ചോദിക്കട്ടെ, അന്യപുരുഷന്മാരെയും അന്യ സ്ത്രീകളെയും രാത്രിയിൽ ഒരു സ്ഥലത്തിട്ട് പോകാൻ പാടുണ്ടോ മനുഷ്യ? അതുപോലെ തന്നെ അന്യപുരുഷന്മാരുടെ കൂടെ അയക്കാൻ പാടുണ്ടോ മനുഷ്യ? ബന്ധപ്പെട്ടവരില്ലാതെ ഹജ്ജിന് പോകുമ്പോൾ പോലും കുടുംബത്തിൽ കാണാനും തൊടാനും പറ്റുന്ന ഒരാൾ വേണമെന്നല്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾ അതാ സംരക്ഷണം ലഭിക്കുന്ന വിധത്തിൽ ഉണ്ടാകണമെന്നല്ലേ? ഇതൊന്നുമില്ലാതെ എവിടെയും ഇറങ്ങിപ്പോകുന്ന ഒരു ചുറ്റുപാട്, എവിടെയും കാവൽ നിർത്തുന്ന ഒരു ചുറ്റുപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭർത്താവിന്റെ കുടുംബമാണെങ്കിലോ എന്ന് സഹാബത്ത് ചോദിക്കുന്നു. ഉടനെ അവിടുത്തെ ഗൗരവപൂർവ്വമുള്ള മറുപടി, അൽഹമു അൽ മൗതു, അൽഹമു അൽ മൗതു. ഭർത്താവിന്റെ കുടുംബത്തിലുള്ള പുരുഷന്മാര് അത് മരണസമാനമാണ് കേട്ടോ, മരണസമാനമാണ് കേട്ടോ. വളരെ അപകടകരമാണെന്നാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. മരണസമാനമാണ്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, നന്നായി ശ്രദ്ധിച്ചോളണം. അന്യ സ്ത്രീകളെയും കയറ്റിയിട്ട് ബൈക്കുമ്മല പോകുന്നവരുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാലില്ല, അങ്ങനത്തെ യാതൊരു പരിപാടികളിലേക്കും നമ്മൾ ആരും പെട്ടുപോകരുതെന്ന് സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നു. ഓ മോനെ, വ്യഭിചാര കുറ്റത്തിലേക്ക് എത്തിപ്പോകാൻ വഴിയാകുന്ന മാർഗങ്ങളിലേക്ക് കടക്കരുത്. അതിനാണ് ഇസ്ലാമിക നിയമങ്ങളൊക്കെ വെച്ചത്. മനുഷ്യൻ ദുർബലനായ മനുഷ്യൻ സാഹചര്യം ഒത്തിണങ്ങുമ്പോൾ മനുഷ്യൻ തെറ്റിലേക്ക് വഴുതിപ്പോകും. പണ്ഡിതന്മാര് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, റബ്ബർ പന്ത് പോലെയാണ് മനുഷ്യന്റെ വികാരം. റബ്ബർ പന്ത് പോലെയാണ്. റബ്ബർ പന്ത് അവിടെ വെച്ചാൽ അവിടെ നിൽക്കും. നിങ്ങളൊന്നങ്ങ് തൊട്ടാലോ പിന്നെ അത് ഉരുണ്ടുപോകും. പിന്നെ അത് പിടിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. മനുഷ്യന്റെ വികാരത്തിന്റെ സ്ഥിതി അതുപോലെയാണ്. അതുകൊണ്ട് തന്നെയാ നോക്കരുതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാ തുടരുതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാ ഒന്നായി കിടക്കരുതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇതുപോലെ ഒന്നായി പോകരുതെന്ന് പറഞ്ഞത്. അതാ കൂടുതൽ അങ്ങ് ചെയ്തു പോയാൽ അതിലേക്ക് മനുഷ്യനങ്ങ് വഴി പോകാൻ കാരണമാണ്. മനുഷ്യൻ അവനവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല.